الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധനായ മഹാപണ്ഡിതനാണ് മഹാനായ അബൂ ഇസ്ഹാഖ് ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാത്തിബി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. ഹിജ്റ വർഷം 700 അദ്ദേഹം ജനിക്കുന്നത്. അഹ്ലുസുന്നയുടെ പ്രമുഖ പണ്ഡിതന്മാരിൽ അദ്ദേഹത്തെയും എണ്ണി വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഇഅ്തിസാം. അൽ ഇഅ്തിസാം എന്ന് പറഞ്ഞാൽ കിതാബിനെ മുറുകെ പിടിക്കുക, പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക എന്ന് വേണമെങ്കിൽ നമുക്കർത്ഥം പറയാം. അദ്ദേഹം ആ ഗ്രന്ഥം എഴുതാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പറയുന്ന വാചകങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ദീന് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവിൻ്റെ മതം സത്യസന്ധമായി പഠിക്കാൻ അദ്ദേഹം ആലോചിക്കുകയും അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ദീന് സത്യസന്ധമായി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. നമ്മുടെ നാട്ടിലുള്ളത് പലതും ദീനല്ല, നാട്ടിലുള്ള പല കാര്യങ്ങളും ദീനിലുള്ള കാര്യങ്ങളല്ല. അതൊന്നും കിതാബിലില്ല, അതൊന്നും പ്രമാണങ്ങളിലില്ല. അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ നാട്ടിലുള്ളതുപോലെ ജീവിക്കാം, കിതാബിലില്ലാത്ത ദീന് സ്വീകരിച്ച് നാട്ടുകാരും പുരോഹിതന്മാരും ഒക്കെ പറയുന്ന മാർഗം സ്വീകരിച്ച് അതേപോലെ ജീവിക്കാം, അദ്ദേഹത്തിന് ഒന്നും നഷ്ടമാവില്ല. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് കിതാബിലുള്ളത് സ്വീകരിക്കലാണ്, ദീനിലുള്ളത് സ്വീകരിക്കലാണ്. ദീനിലുള്ളത് സ്വീകരിച്ചാലുള്ള പ്രശ്നം അദ്ദേഹത്തെ നാട്ടുകാരെന്ത് ചെയ്യും? ഒഴിവാക്കും, ബഹിഷ്കരിക്കും, അദ്ദേഹത്തെ ആക്ഷേപിക്കും, അതുറപ്പാണ്. പക്ഷെ അദ്ദേഹം ശക്തമായൊരു തീരുമാനമെടുത്തു. അദ്ദേഹം പ്രമാണങ്ങളിലുള്ളത്, കിതാബിലുള്ളത് സ്വീകരിക്കാനും നാട്ടിലുള്ളതിനെ തള്ളിക്കളയാനും തീരുമാനിച്ചു.
അങ്ങനെ അദ്ദേഹം പ്രമാണങ്ങളിലുള്ളതിനെ സ്വീകരിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്തു. അതോടുകൂടെ അദ്ദേഹം ധാരാളം ആക്ഷേപങ്ങൾക്ക് വിധേയനായി. അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് പ്രാർത്ഥിക്കാത്തവനാണ്, ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണ്, ഭരണാധികാരിക്ക് എതിരു പ്രവർത്തിക്കുന്നവനാണ്, സ്വലാത്ത് ചെല്ലാത്തവനാണ് എന്നിങ്ങനെ മഹാനായ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ആളുകൾ ആക്ഷേപം പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു ആമുഖം പറയാൻ കാരണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഖീദത്തുൽ മുസ്ലിമാണ്, മുസ്ലിമിൻ്റെ വിശ്വാസമാണ്. നമ്മൾ മുസ്ലിമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും നാട്ടിലുണ്ടാവുകയില്ല. നാട്ടിലുള്ള പല കാര്യങ്ങൾക്കും എതിരായിരിക്കും കിതാബിലുള്ളത്, ഗ്രന്ഥങ്ങളിലുള്ളത്, പ്രമാണങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ആമുഖമായി നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ഇന്നലകളിൽ ജീവിച്ച ആളുകൾ, അവർ കിതാബിലുള്ളത് സ്വീകരിച്ചപ്പോൾ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ്. പ്രാർത്ഥിക്കാത്തവരെന്ന്, സ്വലാത്ത് ചെല്ലാത്തവരെന്ന്, ബിദ്അത്തിന്റെ ആളുകളെന്ന്, കുഴപ്പമുണ്ടാക്കുന്നവരെന്ന്, അങ്ങനെ എല്ലാ തരത്തിലും ആക്ഷേപങ്ങളെ ഏറ്റുവാങ്ങിയ ആളുകളാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിന്റെ ശരിയായ ആദർശം ജനങ്ങളെ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് അവൻ സാബിയാണ് എന്നാണ് പറഞ്ഞത്. സാബി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മതമുണ്ടാക്കുന്നയാൾ, കുഴപ്പമുണ്ടാക്കുന്നയാൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശം പറഞ്ഞപ്പോഴാണ് പ്രവാചകനെ ആക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമിച്ച് ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരാൾ ദീനിൽ ജീവിക്കുമ്പോൾ അയാൾ ഒരു തീയിന്റെ മുകളിൽ, തീക്കനലുകളുടെ മുകളിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കും അയാളുടെ ജീവിതമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ലോകം അവസാനിക്കുന്ന ആ ലോകാവസാനം അടുക്കുന്തോറും ദീനിയായി ജീവിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായി മാറും, ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. അവിടെ നമ്മുടെ മുമ്പിലുള്ള ചോയ്സ് എന്താണ്? ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ നമുക്ക് നാട്ടുകാരുടെ കൂടെ കൂടാം, നാട്ടുകാർ പറയുന്നത് പോലെ, ഭൂരിപക്ഷം പറയുന്നത് പോലെ, പുരോഹിതന്മാർ പറയുന്നത് പോലെ പ്രത്യേകിച്ചൊന്നും പഠിക്കാതെ ആ നാട്ടു നടപ്പനുസരിച്ച് അങ്ങനെ ജീവിച്ച് നമുക്ക് പോകാം. അത് നഷ്ടമാക്കുന്ന നമ്മുടെ പരലോകമാണ്. എന്നാൽ കിതാബിലുള്ളത് സ്വീകരിക്കുക എന്ന നിലപാടാണ് നല്ല വിശ്വാസികൾ, നല്ല ആളുകൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദർശപരമായ പഠനം നടത്തുമ്പോൾ, ആദർശപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ, ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജയിക്കാൻ, എല്ലാ പ്രശ്നങ്ങളെയും വളരെ ലഘുവായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബ കഴിയുമ്പോൾ നമുക്കത് ബോധ്യമാകും. നമ്മുടെ സമൂഹത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകളുണ്ട്, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മതൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 118-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ച ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹു പറഞ്ഞ വാചകമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരൊറ്റ ഉമ്മത്താക്കാമായിരുന്നു. എല്ലാവരും, ഇവിടെ ബുദ്ധന്മാരുണ്ട്, ഇവിടെ ജൂതന്മാരുണ്ട്, ഇവിടെ ക്രൈസ്തവരുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളിൽ തന്നെ ഒരുപാട് കക്ഷികളുണ്ട്, മതമില്ല എന്ന് പറയുന്നവരുണ്ട്. റബ്ബ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരേക സമുദായം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ആദർശം അംഗീകരിക്കുന്ന ആളുകളാക്കാമായിരുന്നു. പക്ഷെ ജനങ്ങളെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് വിട്ടത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകൾ കടന്നു വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 93-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്ന റബ്ബക യഖ്ദി ബൈനഹും യൗമൽ ഖിയാമ ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇത് നമ്മളെ ഭയപ്പെടുത്തേണ്ട ആയത്താണ്, ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു ആയത്താണ്. എന്താണ് അല്ലാഹു പറയുന്നത്? അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യന്മാരിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ, ഭിന്നിച്ച വിഷയത്തിൽ അല്ലാഹു തീർപ്പുണ്ടാക്കും.
അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. എവിടെ? നാളെ പരലോകത്ത് വെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഭിന്നിക്കാൻ കാരണം? അള്ളാഹു പറഞ്ഞു സൂറത്തു സ്വാദിലെ 26-ാമത്തെ ആയത്ത്, തന്നിഷ്ടത്തെ പിന്തുടർന്നു പോകരുത്. മനസ്സിന് തോന്നുന്നതല്ല ദീന്. മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ ദീനല്ല. ദീന് എന്താണ് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടം പിൻപറ്റുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. അള്ളാഹു വീണ്ടും പറഞ്ഞു, ധാരാളം പേർ യാതൊരു വിവരവുമില്ലാതെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് തൻ്റെ മനസ്സിന് തോന്നുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവരങ്ങനെ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഇന്നത്തെ ഖുത്ബ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ എനിക്ക് ഉറപ്പുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവർക്കൊരു പരിഹാരം എന്തായിരുന്നു? അവർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്നൊരു ചോദിക്കാൻ, നബിയെ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഇതിന്റെ ശരിയായ വശം എന്താണ്? അവരങ്ങനെ ചോദിക്കുമായിരുന്നു. ഇപ്പോ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ശരീഅത്തുൽ ഖബത്ത് എന്ന് പറയും. ശരീഅത്തുൽ ഖബത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 300-ലധികം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യത്തെ, ഒരു ശരിയക്ക് വേണ്ടി, ശരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമാണ്, ഒന്നുകിൽ യുദ്ധത്തിനാകാം അല്ലെങ്കിൽ താക്കീത് നൽകാൻ, പെട്രോളിങ്ങിന്, അതിനൊക്കെ വേണ്ടി നിയോഗിക്കുന്ന സംഘത്തിനാണ് ശരിയ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ ആളുകൾ എന്ത് ചെയ്തു? നബി നിയോഗിച്ചു. ഒരു ഖുറൈശികൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ, മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഘത്തെ അയക്കുന്നത്. ആ സംഘത്തിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുസ്ലിങ്ങളായ ആളുകളാണ്. അങ്ങനെ സ്വഹാബികളൊക്കെയാണ് ആ കൂട്ടത്തിലുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു എന്തുണ്ട്? ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അവർ യാത്രയിലാണ്. ഈ യാത്രക്കിടയിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ തീർന്നു. അവർക്കൊരു ഭക്ഷണമല്ല, അവർ വലിയ പ്രയാസത്തിലാണ്. ചരിത്രത്തിൽ പറയുന്നത്, ഹദീസിലെ വാചകങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അവർക്ക് ഒരു ദിവസം ഒരു കാരക്കൻ ഉണ്ടായിരുന്നു. ഓരോ ആളുകൾക്കും ഒരു ഈത്തപ്പഴം മാത്രം ഉണ്ടായിരുന്നു. ഒരു ഈത്തപ്പഴം ഒരാൾക്ക്. ആ ഈത്തപ്പഴം അവർ കുട്ടികൾ വായിൽ വിരലിട്ട് നക്കുന്നത് പോലെ ആ ഈത്തപ്പഴത്തിന്റെ പുറത്ത് ഇങ്ങനെ നക്കുമായിരുന്നു. അത് തീരാതിരിക്കാൻ, വൈകുന്നേരം വരെ ഉപയോഗിക്കാൻ. അത്രമാത്രം അവർ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട സമയമാണത്. അതിൻ്റെ ആഴം മനസ്സിലാക്കാണ് ഹദീസിൽ ആ പ്രയോഗങ്ങളുള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരൊരു സമുദ്രത്തിന്റെ സമീപത്തുകൂടെ യാത്ര പോവുകയാണ്. സമുദ്രത്തിന്റെ സമീപത്തുകൂടെ. ആ സമയത്ത് അവിടെ ഒരു അംബർ എന്ന് പറയുന്ന, അംബർ എന്നാണ് അതിന്റെ പേര്, അറബിയിൽ അംബർ എന്നാണ് പറയാ. അംബർ എന്ന് പറയുന്ന ഒരു കടൽ ജന്തുവിന്റെ, മത്സ്യമല്ല, ഒരു കടൽ ജന്തുവിന്റെ ഭീകരനായ വലിയ ഒരു ജന്തുവിനെ അവർ കണ്ടു. അതിങ്ങനെ ചത്ത് കിടക്കണം. ഒരു കടൽ മത്സ്യമലയിൽ കടൽ ജന്തു എന്നൊക്കെ പറയാം. അത് കണ്ട ഉടനെ വിശ്വാസികൾക്ക് വലിയ സന്തോഷമായി. കാരണം എന്താ? അവർ കുറെ കാലമായി മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവരതിന്റെ മാംസം എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് അവരുടെ നേതാവ് പറഞ്ഞു, അബൂ ഉബൈദ പറഞ്ഞു, മൈത്തത്തുൻ, അത് ചത്തതാണ്. ആ അംബർ ചത്തതാണ്, നമുക്ക് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബൽ നഹ്നു റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയല്ല, നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ സംഘമാണ്, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയിലാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അനിവാര്യമായ സാഹചര്യങ്ങൾ വന്നാൽ, നിർബന്ധിതാവസ്ഥ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യുക? അവനെല്ലാം ഹലാലാണ്. നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യുക? അവന് ഭക്ഷിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അംബർ എന്ന് പറയുന്ന ജീവിയെക്കുറിച്ച് ഹദീസിന്റെ വിശദീകരണങ്ങളുണ്ട്. അതിന്റെ കണ്ണുകളിൽ നിന്ന് നെയ്യ് അവരുടെ കൈകളിലുള്ള പാത്രങ്ങളിൽ കോരിയെടുത്തു. അവർക്ക് ഏകദേശം 1 മാസക്കാലം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെ അതിന്റെ ചരിത്രത്തിൽ. ഞാൻ ആ ചരിത്രം പറയാനല്ല, മറിച്ച് ഈ സംഭവം നടന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫഅഖംനാ അലൈഹി ഷഹ്റൻ, അങ്ങനെ ഞങ്ങൾ 1 മാസത്തോളം അതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചു. വനഹനു 300 ഹത്താ സമിന്ന, ഞങ്ങൾ 300 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ വിഭവ സമൃദ്ധമായിട്ട് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ കഴിച്ചു. ഫലമ്മ ഖദിംനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദകർനാ ദാലിക, അവിടെയാണ് വിഷയം. ഞങ്ങൾ എന്ത് ചെയ്തു? ഇതൊക്കെ കഴിഞ്ഞ്, ഈ ദൗത്യമൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നപ്പോൾ നബിയോട് ഞങ്ങളിത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളിത് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഹുവ റിസ്ഖുൻ അഖ്റജഹു അല്ലാഹു ലക്കും, അത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച റിസ്ക്കാണ്, ഭക്ഷണമാണ്, നിങ്ങൾക്കത് കഴിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വഹാബികളുടെ ജീവിതത്തിൽ ഒരു തർക്കമുണ്ടായി, ഇത് കഴിക്കണോ വേണ്ടേ?
ഇതൊരു നിർബന്ധിത അവസ്ഥയാണ് എന്ന് പറഞ്ഞവർ കഴിച്ചു. എന്നാൽ ഇവരുടെ മനസ്സിൽ ഇഷ്കാല് ബാക്കിയായിരുന്നു, സംശയം ബാക്കിയായിരുന്നു. ആ സംശയം അവർ ദൂരീകരിച്ചു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ അവർക്ക് സമാധാനമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ, സ്വഹാബികളുടെ കാലഘട്ടത്തിൽ എന്തൊരു പ്രശ്നമുണ്ടായാലും പരിഹരിക്കാൻ വഴിയുണ്ട്. എന്താ പരിഹാര വഴി? നബിയോട് പോയി ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയും. എന്നാൽ ഇന്ന് നബി നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ മറുപടി പറഞ്ഞു തരാൻ ഇന്ന് നബി നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത്. ഏതൊരു വിഷയത്തിലും തർക്കമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കിയാൽ മതി. അതെങ്ങനെയാണെന്നറിയോ? സ്വഹാബികള് നബിയുടെ മരണശേഷം അവരുടെ ഇടയിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. നബി മരിച്ച ഉടനെ തർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 5 വിഷയങ്ങൾ പറയാം, വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആ 5 തർക്കങ്ങൾ പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. നബി മരിച്ച ഉടനെ അവിടെ 3 പ്രശ്നം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി മരിച്ചോ ഒപ്പം തന്നെ 3 പ്രശ്നം മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമായി മാറി. ഒന്നെന്തറിയോ? ഒന്ന്, നബി മരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി മരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് അവിടെ ഉണ്ട്, സ്വഹാബികൾ മയ്യത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു പറയാം നബി മരിച്ചിട്ടില്ല. നബി മരിച്ചു എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടുന്ന ഉമർ റളിയല്ലാഹു പറഞ്ഞത്. ആളുകൾക്ക് പേടിയായി. നിങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കൂ സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാദത്തിൽ ഉമർ റളിയല്ലാഹു ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അത് തിരുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ലോകത്തൊരു വിഭാഗം ഉണ്ടാകുമായിരുന്നു. മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, മൂസാ നബി വേദം സ്വീകരിക്കാൻ തൂരിസീന പർവ്വതത്തിലേക്ക് പോയതുപോലെ പോയതാണ്, തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായില്ല? അവർ ആ വിഷയത്തെ പ്രമാണങ്ങളിലേക്ക് മടക്കി. അബൂബക്കർ റളിയല്ലാഹു നബി മരിക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അബൂബക്കർ റളിയല്ലാഹു നബി തിങ്കളാഴ്ച രാവിലെ വലിയ സന്തോഷത്തിലായിരുന്നു, രോഗമൊക്കെ മാറി എന്ന് അവർക്ക് തോന്നിയ സമയമാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തന്റെ മറ്റൊരു ഭാര്യ വീട്ടിൽ പോയിരുന്നു. വാർത്ത അറിഞ്ഞ് അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോൾ കാണുന്ന എന്താ? ഉമർ റളിയല്ലാഹു ഇങ്ങനെ ദേഷ്യത്തിൽ നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു നേരെ നബിന്റെ മയ്യത്ത് കടത്തി ആയിഷമ്മന്റെ വീട്ടിൽ പോയി അവിടെ മയ്യത്ത് കണ്ടു, നബിയുടെ മുഖത്ത് ചുംബിച്ചു, എന്നിട്ട് ചില വാചകങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു ഉമറെ നീ ശാന്തനാകണം. ഉമർ റളിയല്ലാഹു കേൾക്കുന്നില്ല, അദ്ദേഹം വൈകാരികതയിലാണ്. ഉടനെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ജനങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു ഒരു പ്രസംഗം നടത്തണം. എന്താ പ്രസംഗം എന്നറിയോ? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചിട്ടുണ്ട്, മുഹമ്മദ് മരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്, അവൻ മരണമില്ലാത്തവനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും. വൈകാരികതയിൽ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടു. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. അദ്ദേഹം ശാന്തനായി, അദ്ദേഹം അത് ഉൾക്കൊണ്ടു. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ടത്? അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ അവരൊരു ആയത്ത് കേട്ടു. ആ ആയത്തിനെ ഉമർ റളിയല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ളത് ഞാൻ മറന്നുപോയി. നബിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പ്രശ്നം അവിടെ തീരാണ്. ആ പ്രശ്നം എങ്ങനെയാണ് തീർന്നത്? അവർക്ക് പ്രമാണം കിട്ടി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമെന്ന് ഖുർആനിലുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു പ്രവാചകനാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഈ ആയത്ത് കേട്ട മുറന്നാൻ കാര്യം മനസ്സിലായി. ആ പ്രശ്നം അവിടെ തീർന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം വലിയ യുദ്ധത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്ന പ്രശ്നമാണ്. ആരാ അടുത്ത ഭരണാധികാരി? മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്ന ആൾക്കാരാ, അൻസാറുകൾ മദീനയിലുള്ള ആൾക്കാരാ. അൻസാറുകൾ നബി മരിച്ചപ്പോൾ ഉടനെ യോഗം ചേർന്നു. ബനൂ സായിദ എന്ന് പറയുന്ന ഒരു പ്രത്യേക പന്തലുണ്ട്, അവിടെ യോഗം ചേർന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാരാണ്, സ്വഹാബികളാണ്, കിബാറുകളായ സ്വഹാബികളാണ്. എന്തിനാ യോഗം എന്നറിയോ? നബി മരിച്ചു, നമുക്കൊരു നേതാവിനെ വേണം, മുസ്ലിങ്ങൾക്ക് ഒരു അമീറിനെ വേണം. അങ്ങനെ ഒരു തർക്കമായി. അവർ അൻസാറുകൾ പറഞ്ഞു, നേതാക്കന്മാർ നമ്മളെ കൂട്ടത്താൻ വേണ്ട, നമ്മൾ അൻസാറുകൾ, നമ്മൾ മദീനക്കാരാണ്, നമ്മളാകണം നേതാക്കന്മാർ. അങ്ങനെ അവർ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിക്കുകയാണ്. ഈ വാർത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മറ്റു ചില സ്വഹാബികളൊക്കെ അറിഞ്ഞു. അവർ ഓടി വന്നു, ഈ സദസ്സിലേക്ക് ഓടി വന്നു. വിഷയത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം, ഒരു കാര്യം ചെയ്യാം, ഖുറൈശികളിൽ നിന്നൊരു നേതാവ് ഉണ്ടാകട്ടെ, അൻസാറുകൾ 2 നേതാക്കന്മാരായിക്കോട്ടെ. അവസാനം അവർ പറഞ്ഞൊരു വാചകമാണ്, അവർ അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഹംദും സലാത്തൊക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്, അൽ അഇമ്മത്തു മിനൽ ഖുറൈശ്, നേതൃത്വം ഖുറൈശികൾക്കാണ്, നേതൃത്വം ഖുറൈശികൾക്കാണ്.
അവർക്ക് ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുള്ളൂ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നേതാവാക്കാൻ അൻസാറുകൾ തീരുമാനിച്ചത്. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, അബൂ ഉബൈദ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉടനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, നബി അത് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവരെല്ലാവരും ബൈഅത്ത് ചെയ്ത സുന്ദരമായ ഒരു ചരിത്രം നമ്മൾ വായിക്കുക. നോക്കൂ നിങ്ങൾ, ഒരു തർക്കത്തിലേക്ക് പോകുന്ന ഒരു വാചകത്തെ എന്ത് കേട്ടപ്പോഴാണ് പരിഹാരമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നേതൃത്വം ഖുറൈശികൾക്ക് പ്രശ്നം തീർന്നു. നോക്കൂ നിങ്ങൾ, പ്രമാണം കിട്ടിയപ്പോൾ തർക്കം അവസാനിക്കുകയാണ്. പിന്നെ വാശിയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. മൂന്നാമത്തെ പ്രശ്നം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഇവിടെ മറമാടണം. തർക്കായി. ആരൊക്കെ ഈ തർക്കിക്കുന്നത്? സ്വഹാബികളാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാരാ. കുറച്ച് ആൾക്കാർ പറഞ്ഞു നബി മക്കക്കാരനാണ്, നബി മക്കയിൽ നിന്ന് ഹിജ്റ, നബിയുടെ ജനിച്ച നാട് മക്കയാണ്, മക്കയിലേക്ക് നബിന്റെ മയ്യത്ത് കൊണ്ടുപോകണം എന്നാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞു അല്ല, നബിമാരുടെ മയ്യത്തുള്ളത് ബൈത്തുൽ മുഖദ്ദസിലാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിക്ക് ചുറ്റുമാണ് അമ്പിയാക്കളിൽ പല ആളുകളുടെയും ഖബറുകളുള്ളത്, അങ്ങോട്ട് നബിന്റെ മയ്യത്ത് കൊണ്ടുപോകണം. വേറെ ചില ആൾക്കാർ പറഞ്ഞു നബി മക്കയിൽ നിന്ന് നാടൊഴിവാക്കി മദീനയിലേക്ക് വന്നു, നബിന്റെ നാട് മദീനയാണ്, മദീനയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് മറമാടണം. വലിയ തർക്കമായി അവർക്കിടയിൽ. 3 അഭിപ്രായങ്ങളാണ്. അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കുന്നുണ്ട്. അവരോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നബിയും എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തെ മറമാടേണ്ടത്. എവിടെ നബിന്റെ ഖബറുള്ളത്? ആയിഷ ഉമ്മന്റെ വീട്ടിലാണ്. എന്തുകൊണ്ടാണ് അവിടെ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ആയിഷ ഉമ്മയുടെ വീടിന്റെ ഉള്ളിൽ മറമാടാൻ കാരണം എന്താ? അമ്പിയാക്കൾ എവിടെ വെച്ച് മരിക്കുന്നു അവിടെയാണ് അവരുടെ മയ്യത്ത് മറമാടേണ്ടത്. തെളിവ് കിട്ടി, തർക്കം അവസാനിച്ചു. അവിടെ അവർ ഖബർ കുത്തി എന്ത് ചെയ്തു? അവിടെ അവരെന്ത് ചെയ്തു? മയ്യത്ത് മറമാടി. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് എന്ത് അവിടെ മറമാടി. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്തുണ്ടായ 3 പ്രശ്നങ്ങൾ അവരെങ്ങനെ പരിഹരിച്ചത്? പ്രമാണങ്ങളിലേക്ക് മടക്കിയാണ്. അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായ ഉടനെ ഒരു പ്രശ്നം ഉണ്ടായി. അന്ന് ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ നബി മരിക്കുന്നതിന് മുമ്പ് റോമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ യുദ്ധത്തിന് പോകുന്ന വഴിയിലാണ് നബിയുടെ മരണവാർത്ത അറിഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ തിരിച്ചു വന്നു, മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. നബിയുടെ മയ്യത്തൊക്കെ മറമാടി, അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ ബൈഅത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു തർക്കം. ഇനി ഉസാമയുടെ നേതൃത്വത്തിൽ അങ്ങോട്ടൊരു സൈന്യത്തെ പറഞ്ഞേക്കണം. ഉസാമ ചെറിയ കുട്ടിയല്ലേ, നബി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു മുതിർന്ന ഒരാളെ നേതാവാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യുദ്ധത്തിന് സൈന്യത്തെ പറഞ്ഞേക്കാം. ഉമർ റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉസാമയുടെ കയ്യിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലിവാവ് കൊടുത്തത്, പതാക കൊടുത്തത്. അള്ളാന്റെ റസൂൽ കൊടുത്ത പതാക നമ്മൾ തിരിച്ചു വാങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യാധിപനായി നിശ്ചയിച്ച ഒരാളെ നമ്മൾ മാറ്റിയേ. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാനത് കേൾക്കൂല. കാരണം എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉസാമ എന്ത് ചെയ്യുന്നത്? സൈന്യാധിപനായി നിയോഗിച്ചത്. അതുകൊണ്ട് ഉസാമ തന്നെയാണ് സൈന്യാധിപൻ. നബിന്റെ വാക്കിന് അവർ പ്രാധാന്യത്തിലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് അവർ ഗൗരവം കൊടുത്തു. അങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ. ഞങ്ങൾ നബിയുള്ള കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തു, ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാചകം എന്താ? നബിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ സക്കാത്ത് കൊടുത്തപ്പോൾ ഒരു മൃഗത്തിനെ കൊടുക്കുന്ന സമയത്ത് ആ മൃഗത്തിന്റെ മൂക്ക് കയർ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ തരൂല എന്ന് പറഞ്ഞാൽ, മൃഗത്തെ കൊടുക്കും മൂക്ക് കയറ് തരൂല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുന്ന. കാരണം നബി പഠിപ്പിച്ച ദീനതാണ്. ഞാൻ പറഞ്ഞെന്തറിയോ, ഇതാണ് പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗം. ഏത് തർക്കങ്ങൾ എടുത്തോളൂ, നമ്മുടെ ഇടയിലുള്ള ഏത് അഭിപ്രായ വ്യത്യാസങ്ങളും, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും നമ്മുടെ ഇടയിൽ പരിഹാരമുണ്ട്. ആ പരിഹാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആ കാര്യത്തെ, നമുക്ക് ഒരൊറ്റ ഉദാഹരണം പറയാം. ഉറുക്ക് കെട്ടുന്ന ആൾക്കാരുണ്ട്, കയ്യിൽ ഉറുക്ക് കെട്ടുന്ന ആൾക്കാരില്ലേ, ആ ഉറുക്കിലാണ് സമാധാനം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഉറുക്ക് കെട്ടിയാൽ ബുദ്ധിമുട്ടുണ്ടാകൂല, പ്രശ്നങ്ങൾ തീരും, വിജയിക്കും, പല ചിന്തകളാണ് ആൾക്ക്. നൂല് കെട്ടുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം കേട്ട ഒരാൾക്ക് പിന്നെ എങ്ങനെയാ ഉറുക്ക് കെട്ടാൻ തോന്നുക? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്ന റുഖ വത്തമാഇമ വത്തൗലത ശിർകുൻ. എൻ്റെ വാചകമല്ല, ഞാൻ പറയുന്ന വാക്കല്ല, പ്രവാചകൻ പറഞ്ഞു, നിശ്ചയം അനിസ്ലാമിക മന്ത്രവും കണ്ണേറിന് രക്ഷയായി കെട്ടുന്ന ഏലസും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കുന്ന കവചവും ഷിർക്കാണെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ നമ്മളത് കെട്ടുക? ഉറുക്ക് കെട്ടുന്നത് ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെ നമ്മൾ ആ ഏലസ് കെട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാര്യം എങ്ങനെയാ പുരോഹിതന്മാരെ മനുഷ്യന്മാരെ കയ്യിൽ കെട്ടിക്കൊടുക്കുക?
ഊതി കെട്ടിക്കൊടുത്ത നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അങ്ങനെ ഒരു മാതൃകയില്ല. അത് പറഞ്ഞ ഏത് പ്രശ്നം നമ്മുടെ ഇടയിലുണ്ടോ, തർക്കമുണ്ടോ, ആ തർക്കത്തെ പരിഹരിക്കാനുള്ള വഴി എന്താ? നബി എന്താ പറഞ്ഞു നോക്കി. ഇപ്പം മൊഹീദ്ദീൻ ഷേഖാണ് സത്യം, റിഫായി ഷേഖാണ് സത്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മമ്പർത്ത് തങ്ങളാണ് സത്യം. ഇതൊക്കെ ഷിർക്കാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് ഇത് ഷിർക്കാന്ന് നമ്മൾ പറയുന്നത്? നബി പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു, അവൻ കാഫിറാണ്, അല്ലെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. വേറെ ഹദീസിൽ കാണാം, മൻ ഹലഫ ബിശൈഇൻ മിൻ ദൂനില്ലാ ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാതെ വല്ല വസ്തുക്കളെയും കൊണ്ട് വല്ലവരും സത്യം ചെയ്താൽ തീർച്ചയായും അവൻ ഷിർക്ക് ചെയ്തു. കഅബയാണ് സത്യം എന്ന് പോലും പറയാൻ പാടില്ല. കഅബയുടെ നാഥനാണ് സത്യം എന്നാ പറയേണ്ടത്. കഅബയാണ് സത്യം, മുസ്ഹഫാണ് സത്യം, അങ്ങനെയല്ല. കഅബയുടെ നാഥനാണ് സത്യം, റബ്ബുൽ കഅബ, അല്ലാഹു ആണ് സത്യം എന്നാ പറയേണ്ടത്. അല്ലാതെ ഇന്നയാളെ വേറെ ഉമ്മയാണ് സത്യം, ബാപ്പ, ഇതൊന്നും പറയാൻ പാടില്ല. അതൊന്നും നല്ല രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യേണ്ട ഒരു അനിവാര്യമായ സാഹചര്യം വന്നാൽ വല്ലാഹി അല്ലാഹു ആണ് സത്യം, അതാ പറയേണ്ട വാചകം. നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ അല്ലാഹു അല്ലാത്തവരുടെ സത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണ് നമ്മൾ പറയാൻ കാരണം എന്താ? ഹദീസിൽ ഇങ്ങനെയുള്ളത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. നേർച്ച നേരുന്ന ആൾക്കാരുണ്ട്, അല്ലാഹു അല്ലാത്തവർ നേർച്ച നേരുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നബി പഠിപ്പിച്ചു അല്ലാഹു അല്ലാത്ത നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായി ചെയ്യുന്നതിനാണ് നേർച്ച എന്ന് പറയാം. സുന്നത്തായ ഒരു കാര്യം, ഐച്ഛികമായ ഒരു കാര്യം. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേരുക എന്നുള്ളത് കുറ്റമാണ്, അത് ശിർക്കാണ് എന്ന് പരിശുദ്ധമായ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിലെ ഏത് തർക്കവും ഖുർആൻ എടുക്കുക, ഹദീത്ത് എടുക്കുക, അതിലുള്ളത് എന്താണെന്ന് പഠിച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ അടുത്തൊരാൾ മരിച്ചു, ഇവിടെ കേരളത്തിലൊരാൾ മരിച്ചു. അയാൾ മരിച്ച ഉടനെ അയാളുടെ വീടിൻ്റെ സമീപത്ത് അയാൾ ആളുകളെ കണ്ടിരുന്ന റൂമിൽ അയാൾക്ക് ഖബറൊരുക്കുകയാണ്, ജാറുണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? നോക്കി, നിങ്ങൾ മുസ്ലിം സമൂഹം എവിടെയുള്ളത്? ഒന്ന് ജാറുണ്ടാക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ട്. ഖബറുണ്ടാക്കാൻ, ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാണിലധികം ഖബർ ഉയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനാണത്. ഒരു ചാണിന്റെ മുകളിൽ ഖബറുകൾ ഉയർത്താൻ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു ചാണിന്റെ മുകളിൽ കെട്ടി ഉയർത്തിയ ഖബറുകൾ അത് പൊളിക്കണമെന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച നബി അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിന് മുകളിൽ സിമെന്റ് ഇടാൻ പാടില്ല, പെയിന്റ് അടിക്കാൻ പാടില്ല. അതാണ് ഖബറുമായി ബന്ധപ്പെട്ട നിയമം. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളെ മറമാടണം. അയാളുടെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലേറെ പോലും ഉയർത്താൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഖബറുകൾ എങ്ങനെയാ? നോക്കൂ നിങ്ങൾ, പ്രമാണങ്ങളിലുള്ള ഖബർ എങ്ങനെയാ? ഒരു ചാൺ. നമ്മുടെ നാട്ടിലോ അത് വലിയ സിമെന്റ് കൊണ്ട് വലിയൊരു കൊട്ടാരം പോലെ ഉണ്ടാക്കി ആളുകൾ അവിടെ പോയി സുജൂദ് ചെയ്യുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കിതാബിലുള്ളത് സ്വീകരിച്ചാൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. നാട്ടുകാർ നമ്മളെ പരിഹസിക്കും, നാട്ടുകാർ നമ്മളെ എതിർക്കും. അതുകൊണ്ട് തന്നെ കിതാബിലുള്ളത് സ്വീകരിക്കുന്ന, പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന നല്ല വിശ്വാസികളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പവിത്രമായൊരു മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ മുഹറം 1. ഇസ്ലാമിലെ ഒരു പുതുവർഷമാണ് നാളെ. മുഹറം 1 എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനകൾ, നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം അറബി മാസത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നാളെ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് എന്നർത്ഥം. പുതുവർഷത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇസ്ലാമിലില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോവുകയാണ്. ഒരു പുനരാലോചന, എന്താണ് നമ്മൾ കഴിഞ്ഞൊരു വർഷം നേടിയത്? മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള 12 മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ നമ്മൾ നേടി എന്നൊക്കെ ആലോചിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഹദീസിൽ ആ മാസത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മാസത്തിൽ ചില പവിത്രതകളുണ്ട്. പവിത്രമായ മാസങ്ങളുടെ പ്രത്യേകതയാണ്, പവിത്ര മാസങ്ങളിൽ ളുൽമുകൾ അധികം പ്രവർത്തിക്കാൻ പാടില്ല. ഏത് മാസത്തിലും ളുൽമു പാടില്ല.
പക്ഷെ ഈ മാസങ്ങളിൽ ദുൽമ ചെയ്താൽ, അക്രമം ചെയ്താൽ, തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചാൽ കൂടുതൽ ശിക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ആ മാസത്തെ പവിത്രമായി കാണണം. രണ്ട്, ഈ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 നോമ്പുണ്ട്. മുഹറം മാസത്തിൽ പ്രത്യേകമായി വന്ന 2 നോമ്പുണ്ട്. അത് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പാണ്. 2 പ്രബലമായ സുന്നത്ത് നോമ്പുകൾ. ആഷുറ, താസുഅ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു നോമ്പേ നോറ്റിട്ടുള്ളൂ. പക്ഷേ മറ്റൊരു നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ സുന്നത്തുമായി ബന്ധപ്പെട്ട, നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ തന്നെ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമുക്കത് കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞത് അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ്. അപ്പോൾ മുഹറത്തിലെ നോമ്പിന് പ്രത്യേകത ഉണ്ട്. മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിന് പ്രത്യേകത ഉണ്ട്. من صام يوم عرفة غفر له سنة أمامه وسنة خلفه. പിന്നെ അറഫ ദിവസമാണ് നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞ വർഷത്തും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? അതിലൂടെ പൊറുക്കപ്പെടും. എന്നാൽ ആഷൂറ ദിവസം മുഹറം 10-ന്റെ അന്ന് നോമ്പ് നോറ്റാൽ ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 നോമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. പവിത്രമായ മാസമാണ് എന്ന് ഓർമ്മ ഉണ്ടാകണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് വേണ്ടിയുള്ള, മദീനയിലേക്കുള്ള ഹിജ്റക്കുള്ള ഒരുക്കം നടത്തിയ മാസമാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ട വിശാലമായ ചരിത്രങ്ങൾ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പം അതൊക്കെ ഈ മാസം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരേണ്ട ചിന്തകളാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മാസത്തെ പരിശുദ്ധമായി കാണാനും അതിനെ ഉൾക്കൊള്ളാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിൽ വിശുദ്ധ ഖുർആന്റെ അർത്ഥസഹിതം പഠിക്കാനുള്ള ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വൈകുന്നേരമാണ്, മഗ്‌രിബ് നമസ്കാര ശേഷമാണ് ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ പങ്കെടുക്കുന്ന ആൾക്കാരാവണം. കേവലം ഒരാഴ്ചയിൽ ഒരു 25 മിനിറ്റ് 40 മിനിറ്റ് മാത്രം ഖുതുബ മാത്രം കേൾക്കുന്ന, അത് മാത്രം ദീനായി പഠിക്കാൻ കിട്ടുന്ന ഒരവസരമാകരുത് നമ്മുടെ ജീവിതത്തിൽ. ഇത് നമ്മുടെ മേൽ നിർബന്ധമാണ്. ജുമാക്ക് വരൽ നിർബന്ധമാണ്. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് സമയം കൂടെ ഒരല്പം പ്രയാസപ്പെട്ടാണെങ്കിലും ഒരല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്നാണ്. എന്തായാലും എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ബഹുമാന്യനായ ഫദുൽ ഹഖ് ഉമരി ഹഫിളഹുല്ലാ അദ്ദേഹമാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. സാധിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ആദർശ സഹോദരൻ ഫസ്ലുക്കയുടെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു ആ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങൾ അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.